പാറ്റ സമരത്തെ അക്രമാസക്തമാക്കുന്നതിന് പിന്നിൽ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘങ്ങളും 2018 കത്വ സംഭവത്തെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ കലാപങ്ങൾക്ക് സമാനമായ നീക്കങ്ങളാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പാറ്റ സമരത്തിലും നടത്തുന്നത്. ഭാരതത്തിന്റെ ക്രമസമാധാനം തന്നെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പാറ്റകൾ നടത്തുന്ന സമരത്തിൽ കേരളത്തിൽ നിന്നും സംഘടിതമായ യുവാക്കളെ തന്നെ എത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ വിദ്യാർത്ഥികൾക്കൊപ്പം പ്രതിഷേധിക്കാനെന്ന പേരിൽ ജന്തർ മന്ദിറിൽ തടിച്ചുകൂടിയ ചില സംഘടനകൾ യഥാർത്ഥ വിദ്യാർത്ഥികളല്ലെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. വ്യാജ വിദ്യാർത്ഥി പ്രതിനിധികളായി എത്തിയ ഇക്കൂട്ടർക്ക് മറ്റ് പല നിഷ്പക്ഷ താൽപര്യങ്ങൾ ഉണ്ടെന്ന് വ്യക്തം. കേരളത്തിൽ നിന്നും എത്തിയ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മലയാള മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ലോകാവസാനവും പാറ്റകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഖുറാനിൽ പരാമർശിച്ചിട്ടുണ്ടെന്നും ലോകാവസാനത്തിന് പാറ്റകളാണ് കാരണമാവുക എന്നും ഇവർ പറയുന്നു. ഇതുകൂടാതെ സമരത്തിനിടയിൽ നിന്ന് തക്ബീർ ധ്വനികൾ കലാപക്കാർ മുഴക്കിയതും ശ്രദ്ധേയമാണ്. പേപ്പർ ലീക്കിനല്ല CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6ാമത്തെയോ 7ാമത്തെയോ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന bees from earth like cockroaches, like insects, and that's deeply connected to Islam, even Solomon, Sulaiman. And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. ഈ സമരത്തിലൂടെ ഇത്തരക്കാരെ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സംഘടിത ശ്രമങ്ങളാണ് നടക്കുന്നത്. 2018 കാശ്മീർ കത്വയിൽ 8 വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിലുണ്ടായ വാട്സ്ആപ്പ് കലാപത്തിന് സമാനമായ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാനാണ് ജിഹാദി ശക്തികൾ ശ്രമിക്കുന്നത്. അന്ന് അജ്ഞാത വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ഹർത്താൽ വലിയ അക്രമമാണ് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ രൂപപ്പെടുത്തിയത്. KSRTC ബസ്സുകൾ തല്ലിത്തകർത്ത അക്രമികൾ ബേക്കറികളിലും മറ്റും കൊള്ളയടിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് 385 കേസുകളിൽ 1595 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ട്, SDPI തുടങ്ങിയ ഭീകര സംഘടനകളാണ് വാട്സ്ആപ്പ് ഹർത്താൽ വടക്കൻ കേരളത്തിൽ ആഹ്വാനം ചെയ്തത്. വാട്സ്ആപ്പ് കലാപം നടന്ന അതേ ജില്ലകളിൽ നിന്ന് പാറ്റ സമരത്തിലേക്ക് എത്തുന്നവർ ഖുറാൻ സൂക്തത്തിൽ ലോകാവസാന പരാമർശങ്ങളെ മുൻനിർത്തി സംസാരിക്കുന്നത് അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജനം.